സൂറത്തുൽ കഹ്ഫിന്റെ മഹത്വത്തെ ಬಗ್ಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന ഹദീസ്, ഒരു ഹദീസ് ഇങ്ങനെ ഉണ്ട്: അലാ അദുല്ലുക്കും അലാ സൂറത്തിൻ ഷയ്യഅഹാ സബ്ഊന അൽഫ മലക്കിൻ ഹീന നസലത്. സ്വഹാബിങ്ങൾട്ടവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടിട്ട്, നിങ്ങಗೂ ನಾನು ഒരു സൂറത്തിൻ്റെ ಬಗ್ಗೆ ನಾನು ನಿಂಗೆ ചൊന്നതരട്ട. ആ സൂറത്ത് എങ്ങനത്തെ ചൊന്നെങ്കിൽ 7000 മലക്കുങ്ങായിട്ടിക്കറ് അതിരെ ഈ ഭൂമി ലോകത്ത് അതിരെ സ്പ്രെഡാക്കിരെ. അത് ഇറങ്ങിയപ്പ ആ സൂറത്ത് അവതീർണായപ്പ 7000 മലക്കുങ്ങ അതിരെ പ്രചാരാക്കിയാർ, അല്ലെങ്കിൽ അതിരെ സ്പ്രെഡാക്കിയാർ ഭൂമി ലോകത്ത്. അപ്പൊ സ്വഹാബിಗಳು ಎಲ್ಲ വലിയ കുതൂഹല ഇത്ത് ഏതാണ് നബി എന്ന് കേട്ടാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു ഹിയ സൂറത്തുൽ കഹ്ഫി, അത് സൂറത്തുൽ കഹ്ഫ് ആയിട്ടിക്കറുണ്ട്. അപ്പൊ അതിരെ ഇറങ്ങുമ്പോൾ, ആ സൂറത്ത് ഇറങ്ങുമ്പോൾ അത്രയും വലിയൊരു പ്രചാരമായ രൂപത്തിലാണ് അത് ഇറങ്ങിയിട്ട് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. പിന്നെ ഒരു ഹദീസിൽ കണ്ട് മൻ ഹഫിള 10 ആയാത്തിൻ മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫി അസിമ മിൻ ഫിത്നത്തി ദജ്ജാൽ. സാധാരണയായിട്ട് നമുക്ക് ഗുന്തുൽ വിഷയത്തിക്ക് സൂറത്തുൽ കഹ്ഫിയുടെ തുടക്ക ഭാഗത്തെ 10 ആയത്തും 6 ഹിഫുലുണ്ട്. അത് 6 മനപ്പാടമാക്കിര, അതിരെ കണ്ടപ്പാട്ടാക്കിര, അതിരെ മനസ്സിലാക്കിയിട്ട്, അതിരെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ അതിരെ ഉൾക്കൊണ്ടിട്ടു ആരതിരെ ഹിഫുലാക്കിറ, അതിരെ നല്ല ജാഗ്രത ആക്കിയിട്ട് വെച്ചിറ, അവನು ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നിട്ട് അവನು രക്ഷപ്പെടാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയതായിട്ട് കണ്ടു. ഇത് സൂറത്തുൽ കഹ്ഫിയുടെ ലാസ്റ്റ് 10 ആയത്തുങ്ങ അങ്ങനെ ഹിഫുലാക്കിയോണും അതുപോലെ ഓതിയോണും അതിരെ മനസ്സിലാക്കിയോണും ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാണ്ടും ഹദീസുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് സൂറത്തുൽ കഹ്ഫ് അവസാന കാലഘട്ടത്തിൽ ബണ്ടങ്ങനത്തെ, അവസാന കാലഘട്ടത്തിൽ വലിയ രൂപത്തിൽ പ്രത്യക്ഷമാവുടങ്ങനത്തെ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല, അങ്ങനത്തെ വലിയൊരു മാർഗമായിട്ടിട്ടാണ് നബിത്തങ്ങ പഠിപ്പാട്ട്. അപ്പൊ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട അങ്ങനത്തെ പല കാര്യങ്ങളുമായിട്ട് ബന്ധമില്ലങ്ങനത്തെ, സംബന്ധമില്ലങ്ങനത്തെ ഒരു സൂറത്ത് കൂടിയായിട്ടിക്കരു സൂറത്തുൽ കഹ്ഫ്. അതുകൊണ്ടിട്ടാണ് ഖിയാമത്ത് നാള് പ്രതീക്ഷിക്കപ്പെടുന്നങ്ങനത്തെ ജുമുഅ നാളിൽ, യൗമുൽ ജുമുഅ നാളിടണ്ടല്ലേ ഖിയാമത്ത് നാൾ നടക്കടേണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നരെ. അപ്പൊ ആ ജുമുഅ നാളിടണ്ട് പ്രത്യേകമായിട്ട് ഇത് ഓതുകൂ സുന്നത്തായിടത് എന്നിട്ട് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. അസ്യദ് ഇബ്നു ഹുദൈർ ചൊല്ലൊരു സ്വഹാബി ഒരു നാല് സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ ഔത്തുൽ ഓതിക്കൊണ്ടിരുന്നത്. അപ്പൊ അയാളുടെ ഔത്തിൽ ഒരു മിർഗ ഇത്തത് കുതിര ഇട്ടിക്കോണം. അപ്പൊ ആ കുതിര ഇങ്ങനെ പെടക്കുക ഇങ്ങനെ സ്റ്റാർട്ടാക്കിയത്, ഒരു തര തുള്ളുക ഇങ്ങനെ സ്റ്റാർട്ടാക്കിയത് ഈ സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ ഓതുമ്പോൾ. അപ്പൊ അയാളിങ്ങനെ നോക്കിയിട്ട് എന്തരെ ഈ കുതിര ഇങ്ങനെ പെടക്കൂല, കാരണം എന്തരെ? അപ്പൊ മേൽ നോക്കുമ്പോ ഒരു മോട പോലത്തത് ഇങ്ങനെ അയാളുടെ ഔത്തര മേലിങ്ങനെ കവറാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത് കണ്ടിട്ട് അയാൾക്ക് അതിശയായിട്ട് അത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ വിഷയം തെരിപ്പാട്ടിത്തെ. അപ്പൊ നബി തങ്ങ ചൊന്തു ഇഖ്റ ഫുലാൻ, ഓ മനുഷ്യ നിങ്ങൾ ഓതൊരു ഖുർആൻ ഓതൊരു, ഫൈന സക്കീനത നസലത് ലിൽ ഖുർആനി, ഖുർആൻ ഓതുമ്പോ അതിക്ക് പ്രത്യേകമായിട്ട് അല്ലാഹു തആല ഒരു സമാധാനായിട്ട്, ശാന്തി സമാധാനായിട്ട്, സക്കീനത്തായിട്ട് അല്ലാഹു തആല അങ്ങനത്തെ മോഡങ് അല്ലാഹു തആല ഇറക്കിക്കൊണ്ടിരിക്കട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിരട്ട ചൊന്തു. അപ്പൊ സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോഴാണ് അങ്ങനെ ഒരു വിഷയം ഉണ്ടായത്. അപ്പൊ അത് സൂറത്തുൽ കഹ്ഫിയുടെ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കി തണ്ടിട്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പാട്ടി തണ്ടാറ്. പിന്നെ ഒരു ഹദീസിൽ കാണ്ട് മൻ ഖറഅ അൽ കഹ്ഫ യൗമൽ ജുമുഅത്തി ഫഹുവ മഅസൂമുൻ ഇലാ 8 അയ്യാമിൻ മിൻ കുല്ലി ഫിത്നത്തിൻ തകൂൻ ഫഇൻ ഖറജ ദജ്ജാലു അസിമ മിൻഹു. സൂറത്തുൽ കഹ്ഫ് ജുമാ നാളുണ്ട് ഓർത്ത് ഓതിയണ്ടായെങ്കിൽ അവണു പിന്നത്തെ 8 നാളില് അല്ലെങ്കിൽ ഒരു വാര അവನು എല്ലാ ഫിത്നയിൽ നിന്നിട്ട് അവನು രക്ഷപ്പെടുന്നവനായിട്ടിക്കട. അതേ നാളുണ്ട്, ആ നാളുണ്ട് ദജ്ജാൽ പുറപ്പെട്ടുണ്ടായെങ്കിൽ അവനിൽ നിന്നിട്ടും അവನು രക്ഷപ്പെടുക. പിന്നെ ഒരു ഹദീസിൽ കാണ്ട് മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി കാനത് ലഹു നൂറൻ മിൻ മഖാമിഹി ഇലാ മക്ക. സൂറത്തുൽ കഹ്ഫ് ഓർത്ത് ഓതിയണ്ടായെങ്കിൽ അവനുകത് ಅವನು ದೆಚ್ಚೆ ಅವನುಲ್ಲಂಗಂತೆ ಜಾಗത്തിൽ നിന്നിട്ട് മക്കത്തോളം അവനുകത് പ്രകാശമാവുടു. മക്കയിലേക്ക് അവനുക്ക് ഒരു ബന്ധം ഉണ്ടാവും, പ്രകാശത്തെ ഒരു ബന്ധം ഉണ്ടാവും.
മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫി യൗമിൽ ജുമുഅത്തി അളാഅ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ. സൂറത്തുൽ കഹ്ഫ് ജുമാ നാളിന്റെ ഒരു തോതിയണ്ടായെങ്കിൽ അവനുക്ക് 2 ജുമായുടെ ഇടയിൽ അതൊരു വലിയ പ്രകാശമായിട്ടിക്കറ് എന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടതായിട്ട് കണ്ട്. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫി യൗമിൽ ജുമുഅത്തി സത്വഅ ലഹു നൂറുൻ മിൻ തഹ്തി ഖദമിഹി ഇലാ അനാനിസ് സമാ. ജുമാ നാളിന്റെ സൂറത്തുൽ കഹ്ഫ് ഒരു തോതിയണ്ടായെങ്കിൽ അവന്റെ പാദത്തെ പിടിച്ചിട്ട് ആകാശത്തെ മേൽത്തോല അത് അവനുക്കൊരു പ്രകാശമായിട്ട് അവനുക്ക് ഇക്കട്. അത് ഖിയാമത്ത് നാളിന്റെ അവനുക്ക് ഇങ്ങനെ പ്രകാശമായിട്ട് കാണ്ട് 2 ജുമായുടെ ഇടയിലുള്ള എല്ലാ അവനുക്ക് ദോഷങ്ങൾ അതുകൊണ്ടിട്ട് പൊറുക്കപ്പെട്ട്. പിന്നെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളുടെ അവർക്ക് കേൾക്കുന്നതായിട്ട് കാണ്ട്, അലാ ഉഖ്ബിറുക്കും ബി സൂറത്തിൻ മലഅ അളമതുഹാ മാ ബൈനസ് സമാഇ വൽ അർള്. ഓ സ്വഹാബിങ്ങളെ, ആകാശ ഭൂമിയുടെ ഇടയിൽ മഹത്വങ്ങൾ നിറഞ്ഞ് നിൽക്കണങ്ങനത്തെ ഒരു സൂറത്തിനെ ಬಗ್ಗೆ ನಾನು ನೀವು ചൊന്തരട്ട. വലി കാത്തിബിഹാ മിനൽ അജ്രി മിസ്ലു ദാലിക്. അത് ഓതിയോണുക്ക് മാത്രമല്ല, അത് എഴുതിയോണുക്ക് അത്രമേ കൂലി കിട്ടു, വലിയ കൂലി കിട്ടങ്ങനത്തെ ഒരു സൂറത്ത്. ومن قرأها يوم الجمعة غفر له ما بينه وبين الجمعة الأخرى. ജുമാ നാളിന്റെ ഒരു ഓതിയണ്ടായെങ്കിൽ അവനുക്കും ആ നാളുടെയും നെക്സ്റ്റ് ജുമാ ഇടയിലുള്ള എല്ലാ ദോഷങ്ങളും അവനുക്ക് പൊറുക്കപ്പെടും. അതുപോലെ വസിയാദത്തു സലാസത്തി അയ്യാം എന്ന് മാത്രമല്ല, 3-4 ഒരു എക്സ്ട്രാ ആയിട്ട് അവനുക്ക് അത് പേരിൽ അവനുക്ക് മഗ്ഫിറത്ത് കിട്ടും. ومن قرأ الخمس الأواخر منها عند نومه بعثه الله من أي الليل شاء. അതിൽ ലാസ്റ്റ് 5 ആയത്ത് ഓതിയോണ് അവനുക്ക് അള്ളാഹു താല എന്താക്കട ജാവുകൗണിയെ നിരിക്കിറങ്ങനത്തെ അവൻ ബിയാരിക്കിറങ്ങനത്തെ ഒരു ടൈമിൽ അള്ളാഹു താല അവൻ്റെ എണിപ്പാട്ട എന്നെല്ലാം ചൊന്നിട്ട് ഇങ്ങനെ മഹത്വം ചൊന്നിട്ട് നബിത്തങ്ങ ഇങ്ങനത്തെ ഒരു സൂറത്ത് നിങ്ങൾക്ക് ചൊന്തരട്ടാണ്ട് കേട്ടപ്പോ സ്വഹാബിങ്ങ ഭാര്യ ഒരു കുതൂഹലത്തിലിയ ബലായാ റസൂലല്ലാ ചൊന്തറു നബിയെ എന്ന് നബിത്തങ്ങളുടെ കേട്ടപ്പോ നബിത്തങ്ങ ചൊന്തു കാല സൂറത്തു അസ്ഹാബിൽ കഹ്ഫ്. കഹ്ഫുടെ ആൽമാരെ വിഷയ ചൊല്ലങ്ങനത്തെ കഹ്ഫ് ചൊന്നെങ്കിൽ ഗുഹേണ്ടൈറ്റിക്കര അർത്ഥ, ഗുഹയുടെ ആൽമാരെ ചരിത്ര ചൊല്ലങ്ങനത്തെ സൂറത്ത്, അതായത് സൂറത്തുൽ കഹ്ഫ് ഇട്ടിക്കറത് എന്ന്. അപ്പൊ സൂറത്തുൽ കഹ്ഫ് ചൊല്ലത് അതിന്റെ പേരെ നമുക്ക് പഠിപ്പാട്ട് തണ്ട പോലെ അൽ കഹ്ഫ്. അൽ കഹ്ഫ് ചൊന്നിങ്ങ് ഗുഹേണ്ടാണ്. സാധാരണ ഒരു കാടില് ഗുഹ ചൊല്ലത് ആ കാടില് പെട്ടുപോയങ്ങനത്തെ മനുഷ്യന്മാർക്ക് സംരക്ഷണ കൊടുക്കടങ്ങനത്തെ അങ്ങൊരു ആശ്രയ കൊടുക്കടങ്ങനത്തെ ഒരു കേന്ദ്ര ഇട്ടിക്കൊരു ഗുഹ ചൊല്ലത്. പണ്ട് മനുഷ്യന്മാരെല്ലാം ജീവിച്ചോണ്ടിരുന്ന ഗുഹയിലല്ലേ. അപ്പൊ മനുഷ്യന്മാർക്ക് ഫിത്തിനങ്ങ നിറഞ്ഞങ്ങനത്തെ കാലത്തില്, ധാരാളമായിട്ടുള്ള പരീക്ഷണങ്ങൾ നിറഞ്ഞങ്ങനത്തെ കാലത്തില് ഒരു വലിയ ആശ്രയമായിട്ട് അങ്ങു അങ്ങനെ ഈമാൻ സംരക്ഷണാക്കൂ, അങ്ങനെ ഹിദായത്ത് സംരക്ഷണാക്കൂ, അങ്ങനെ ആഖിറ സംരക്ഷണാക്കൂ. അങ്ങനത്തെ ഒരു കഹ്ഫായിട്ട് അൽ കഹ്ഫായിട്ട് ഒരു ഗുഹയായിട്ട് ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നങ്ങനത്തെ ഒരു സൂറത്തായിട്ട് സൂറത്തുൽ കഹ്ഫ് ഉണ്ട്. ഞങ്ങൾക്ക് ഇതിലെ വിഷയങ്ങളെല്ലാം പിന്നെ ഇങ്ങനെ പഠിച്ചോണ്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. സൂറത്തുൽ കഹ്ഫില് അള്ളാഹു താല തന്റെ അങ്ങനത്തെ ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് പ്രകാരം ഞങ്ങൾ ഇന്നേട്ടായെങ്കിൽ ഖണ്ഡിതമായിട്ടും ഖിയാം പ്രത്യേകമായിട്ട് ആഖിറു സമാനിൽ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന അങ്ങനത്തെ പല നമത്തിലുള്ള പരീക്ഷണങ്ങൾ. അത് വെറും എന്തല്ല, നമുക്ക് ശാരീരികമായിട്ടുണ്ടാവുന്ന അങ്ങനത്തെ പ്രയാസങ്ങൾ കഷ്ടങ്ങൾ മാത്രമല്ല, ഞങ്ങളെ തടിക്ക് ആരെങ്കിലും അറ്റാക്ക് ആക്കണതാ അല്ലെങ്കിൽ ആക്രമണം ആക്കണതാ, മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് ഞങ്ങളെ പല രൂപത്തിൽ ഉപദ്രാക്കണത് എന്ന് മാത്രമല്ല, അതല്ല അതിനൊക്കെയാണ് പ്രധാനമായിട്ട് മാനസികമായിട്ട് ഞങ്ങളെ ഈമാന്റെ തെരുതപ്പാട്ട രൂപത്തിൽ ഉണ്ടാവുന്ന അങ്ങനത്തെ ഫിത്തിനകളാണ് ആഖിർ സമാനിൽ ഉണ്ടാവുന്ന വലിയ ഫിത്തിന. ഈമാൻ ഊരിയെടുക്കുന്ന രൂപത്തിലുള്ള, ഈമാന്റെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഞങ്ങളെ ഇസ്ലാമീയത്ത് ഞങ്ങൾക്കുള്ള അങ്ങനത്തെ അള്ളാഹു താല തന്നങ്ങനത്തെ ഹിദായത്ത് അതിനെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള അങ്ങനത്തെ ഫിത്തിനങ്ങ ഉണ്ടാവുന്ന കാലത്തില് സൂറത്തുൽ കഹ്ഫ് വലിയൊരു അഭയായിട്ടിക്കറ്, ഒരു ആശ്രയായിട്ടിക്കറ്. പിന്നെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി തണ്ട്, അൽ ബൈത്തുല്ലദീ തുഖ്റഉ ഫീഹി സൂറത്തുൽ കഹ്ഫി ലാ യദ്ഖുലുഹു ശൈത്വാനു തിൽക്കൽ ലൈല. സൂറത്തുൽ കഹ്ഫ് ഓതറങ്ങനത്തെ ഔത്തുലു ആ ജാവുകു ഷെയ്ത്താൻ ഒരിക്കലും പ്രവേശിക്കാല, ഷെയ്ത്താന്റെ ഒരു എൻട്രൻസ് ഒരിക്കലും ഉണ്ടാവില്ല. ഔത്തുകൊരു വലിയ കാവലായിട്ടിക്ക് വെറും ജുമാ നാൾ 2 മാത്ര ഓതണൂട്ട് മാത്രമല്ല അങ്ങനത്തെ ഒരു സൂറത്തുമല്ല, എല്ലാ നാളിലും ഓതാ.
ഏതെല്ലാം ടൈമിലെല്ലാം ഓതുക അവിടെ ആ ടൈമിലെല്ലാം ഓതാ. ഇങ്ങനെ നോക്കൊരു ഖുർആന്റെ ഒരു മിഡില് പണ്ട സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്, നടുവില് പണ്ട ഒരു സൂറത്തേറ്റിക്ക്. ആ നിലക്ക് ഒരു ഖുർആന്റെ ഹിദായത്തിലെ ഖുർആൻ ഉദ്ദേശിക്കണ അങ്ങനത്തെ ഒരു ആശയ അല്ലെങ്കിൽ ഖുർആൻ അങ്ങ് പഠിപ്പാട്ട അങ്ങനത്തെ ഒരു മെസ്സേജ് അതിലെ മെസ്സേജിലെ ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ടുള്ള അങ്ങനത്തെ മെസ്സേജ് അത് സൂറത്തുൽ കഹ്ഫിലെ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാവുള്ളൂ. കാരണം സെൻട്രൽ ആയിട്ടാണ്, നടുവിലായിട്ടാണ്, മധ്യത്തിലായിട്ടാണ് ഈ ഖുർആന്റെ ഓർഡർ നിങ്ങൾ നോക്കുമ്പോൾ അതിന്റെ മധ്യത്തിലായിട്ടാണ് സൂറത്തുൽ കഹ്ഫ് പണ്ട്. അപ്പൊ സൂറത്തുൽ കഹ്ഫ് അതിലും പ്രധാനമായിട്ട് ഇതില് ബണ്ടങ്ങനത്തെ വിഷയം നോക്കുമ്പോൾ അതുക്ക് ഉണ്ടാവില്ല അങ്ങനത്തെ കാരണമായിട്ട് ചില പണ്ഡിതന്മാർ ചൊല്ലതായിട്ട് കാണുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കത്തെ മുശ്രിക്കീങ്ങ, മക്കത്തിൽ ഇന്നങ്ങനത്തെ കാഫിരിങ്ങ പല രൂപത്തിൽ നബി തങ്ങളെ ഉപദ്രാക്കിക്കൊണ്ടിരുന്നാർ. നബി തങ്ങ ആ ഒരു ദീന്റെ പ്രചാരത്തിൽ നിന്നിട്ട് പെറുജാറുകു ആക്കുകുല്ലങ്ങനത്തെ നബി തങ്ങളെ പെരുജാർ ബാട്ടുകുല്ലങ്ങനത്തെ എല്ലാ പ്രയത്നവും ആക്കിക്കൊണ്ടിരുന്നാർ. പക്ഷെ അങ്ങനെ പ്രയത്നത്തിൽ എത്രയേ പ്രയത്നാക്കിയിട്ട് അങ്ങ് സാധ്യമായില്ല. അവസാനമായിട്ട് അങ്ങ ഒരു പിന്നെ അങ്ങനെ ഒരു വിഷയം അറിയുകയായിട്ട് ആ കാലത്തില് മദീന ഭാഗത്തില് യഹൂദിങ്ങ ജീവിച്ചുകൊണ്ടിരുന്നാർ. അപ്പൊ യഹൂദിങ്ങ ചൊല്ലത് അങ്ങ മൂസ നബി അലൈഹി ഇസ്ലാമുടെ തൗറാത്ത് കിതാബ് കിട്ടിയ ആൾമാരായിട്ട് കിടാറ്. അപ്പൊ മൂസ നബി അലൈഹി ഇസ്ലാമുടെ ആ ദീന് ചെറിയ രൂപത്തിലെല്ലാം നിലനിന്ന് പോയങ്ങനത്തെ ആൽമാരായിട്ട് കിടാറല്ലേ അണ്ടത്തെ യഹൂദിങ്ങും പിന്നെ അതുപോലെ നസ്രാനിങ്ങ, ഈസാ നബി അലൈഹി ഇസ്ലാമുടെ അനുയായിങ്ങാട്ടിന്ന് അങ്ങനത്തെ നസ്രാനിങ്ങ അങ്ങ് യഥാർത്ഥ രൂപത്തിൽ ആ ദീന് അങ്ങനെ നിലനിന്നിട്ടില്ലാണ്ടെങ്കും അങ്ങ ഒരു കിതാബിടെ ആൽമാർ, അതായത് അഹ്ലുൽ കിതാബിടെ ആൽമാർ ചൊന്നെങ്കിൽ അള്ളാഹു തആല ഇറക്കി തന്നങ്ങനത്തെ ഗ്രന്ഥത്തെ ആൽമാർ എന്ന് അറിയപ്പെട്ട ആൽമാരായിട്ടിരുന്നാർ. അപ്പൊ അങ്ങനട്ട ഈ മുഹമ്മദിന്റെ ಬಗ್ಗೆ എന്തെങ്കിലൊന്നും തനിക്കാക്കുവാണ്ട് മുശ്രിക്കീങ്ങ മക്കത്തെ കാഫിരീങ്ങ പ്ലാൻ ആക്കിയാർ. മുഹമ്മദ് നേര ഈ ചൊല്ലുടെ മുഹമ്മദ് ഇങ്ങനത്തെ പിന്നെ അള്ളാഹു നക്ക് വഹീ തണ്ടാണ്ടും അതുപോലെ പണ്ട് കുറെ അമ്പിയാക്കന്മാരെല്ലാരും വന്നിരാറ് ചൊല്ലുടെ ഈ വിഷയങ്ങളെല്ലാം ഉണ്ടല്ലേ. അപ്പൊ അതെല്ലാം നേരാവുന്നെന്ന് ഒരു പിന്നെ തനിക്കാക്കുകയായിട്ട് ഒരു കൊറിയ ആൽമാരെ മദീനത്തേക്ക് കടത്തിയാർ, മക്കത്തെ ആൽമാർ. അങ്ങനെ യഹൂദികളുടെ കേൾക്കുകയായിട്ട് കടത്തിയാർ. അപ്പൊ യഹൂദിങ്ങ ചൊന്നുകൊടുത്തങ്ങനത്തെ ഒരു പ്ലാൻ ഇട്ടിക്കരെന്തരേ ആ മുഹമ്മദ് ഇരട്ട നിങ്ങൾ 3 ക്വസ്റ്റ്യൻ കേൾക്കണം. ആ 3 ക്വസ്റ്റ്യനുക്ക് ഉത്തരം കിട്ടിയിട്ടെങ്കിൽ പിന്നെ ആ ആള് യഥാർത്ഥത്തിലുള്ള അങ്ങനത്തെ, അതായത് പണ്ടത്തെ നബിമാർഗല്ല ബന്ധങ്ങനത്തെ അതേ വഹിയായിട്ടിക്കറ്, മൂസാ നബിഗും ഈസാ നബിഗല്ല ബന്ധങ്ങനത്തെ അതേ അതേ രൂപത്തിലുള്ള വഹിയായിട്ടിക്കറ് അള്ളാഹുടെ ഭാഗത്തുള്ള വഹിയായിട്ടിക്കറുണ്ട് നിങ്ങൾക്ക് കൺഫേം ആക്കുക അവിടെ ഉണ്ടു അങ്ങ് ചൊന്നാറ്. ആ 3 ക്വസ്റ്റ്യന് ഒന്ന് അതിലെ 3 ക്വസ്റ്റ്യനിലുള്ള 2 ക്വസ്റ്റ്യനുകളുടെ ആൻസർ ആയിട്ടിക്കറ് സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണുക. അവിടെ ഒരു ക്വസ്റ്റ്യൻ അങ്ങ് കേട്ടത് എന്താണ് റൂഹ് ചൊന്നെങ്കിൽ എന്തിരെ, ആത്മ ചൊന്നെങ്കിൽ എന്തിരെ, ആത്മത്തെ റിയാലിറ്റി എന്തിരെ എന്ന് കേൾക്കുറുണ്ടാണ്. അതിലെ ഒരു ആൻസർ, അതിലെ ചെറിയ രൂപത്തിലുള്ള ആൻസർ സൂറത്തുൽ ഇസ്രായിലാണ്, ഇതിന് മുന്നത്തെ സൂറത്തിലാണ് നമുക്ക് കാണുക. അവിടെ വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, അതിന് ആൻസർ അല്ലാഹു തആല വിവരണമായിട്ട് അല്ലാഹു തആല ചൊന്നിട്ടില്ല. അങ്ങനെ ചൊല്ലും പോലത്തെ ഒരു വിഷയവുമല്ല റൂഹുടെ വിഷയം. അല്ലാഹു തആല അതിനെ ഷോർട്ടായിട്ട് ചൊന്നുകൊട്ടെ എന്തരെ റൂഹുടെ ಬಗ್ಗೆ നബി അങ്ങ് നിങ്ങളുടെ കേക്കിടാറ് ചൊന്നു കൊടുക്കൂർ എന്തരെ ഖുലു റൂഹു മിൻ അംരി റബ്ബി, അത് തന്റെ പ്രത്യേകമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് റൂഹ് ആത്മ ചൊല്ലത് അതിനെ ಬಗ್ಗೆ ನೀವು ചെമ്മെന്തും ഇൽമില്ല ജ്ഞാനില്ല, അത് ചൊന്തറനായ ഒരു വിഷയമല്ല എന്ന്. പിന്നെ 2 ക്വസ്റ്റ്യൻ കേട്ടത് പണ്ട് ഗുഹയില് പോയിട്ട് താമസിച്ചിട്ട് 300 വർഷക്കാല താമസിച്ചങ്ങനത്തെ ആൽമാരെ വിഷയം എന്തരെ അങ്ങനെ യാഥാർത്ഥ്യം എന്തരെ എന്ത് കാണാങ്ങ ഏത് കാരണത്ത് കാണാൻ അങ്ങനെ പോയിട്ടങ്ങ ഗുഹയിൽ വിട്ടുപോയിടേ അങ്ങനെ ഒരു സ്റ്റോറി കേൾക്കോറുണ്ട് ചൊന്നാറ്. അപ്പൊ അതിരെ ഒരു വിവരണ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പിന്നെ വിവരണ ഇട്ടിക്കറ് ഈ സൂറത്തിൽ നമുക്ക് കാണുക. അവിടെ
പിന്നൊരു ക്വസ്റ്റ്യൻ കേട്ടത് പണ്ട് ലോകത്തെ ഇടീ ലോകത്തെ സഞ്ചരിച്ചങ്ങനത്തെ ലോകത്തെ ഇടീ അടക്കി ഭരിക്കുന്ന രൂപത്തിൽ ആಡಳಿತಾക്കുന്ന ರೂಪത്തിലുള്ള അങ്ങനത്തെ ഒരാൾ വന്നു പോയിട്ട് ദുൽഖർനൈൻ അയാളുടെ ബഗ്യം കേക്കറു ಉಂಟು മുശ്രിക്കീങ്ങളട്ട യഹൂദിങ്ങ ചൊന്നിട്ടിന്നാറ്. അപ്പൊ അത് കേട്ടപ്പോൾ അതിലെയും ഒരു ആൻസർ ആയിട്ടാണ് ഈ സൂറത്തുൽ കഹ്ഫിൽ ഇതിലെ ലാസ്റ്റിൽ അതിലെ ആൻസർ നമുക്ക് കാണുക. അപ്പൊ യഹൂദിങ്ങ കേട്ടങ്ങനത്തെ വളരെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യനുകളിലെ ആൻസറും കൂടിയിട്ടിക്കര് ഈ സൂറത്തിൽ നമുക്ക് കാണുക. അവിടെ യഹൂദിങ്ങ ആ ക്വസ്റ്റ്യനും അത് കേവല ഒരു പിന്നെ ഒരു നോളജ് ടെസ്റ്റ് ആക്കുക രൂപത്തിൽ മാത്രമേ കേട്ടല്ല. അതിലുള്ള ആ ക്വസ്റ്റ്യനിലുള്ള വലിയ രഹസ്യങ്ങൾ, പ്രത്യേകിച്ച് ആഖിറു സമാനുമായി ബന്ധപ്പെട്ട് ചില വലിയ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ അതിൽ അടങ്ങിക്കിടക്കുന്നത് കൊണ്ടായിട്ടിക്കര് ആ ക്വസ്റ്റ്യനുകളെല്ലാം അങ്ങ് കേട്ടത്. ഏതായാലും ഇതിലെ സൂറത്തിലെ ചെറിയ രൂപത്തിലുള്ള ഒരു വ്യാഖ്യാനം ഇട്ടിക്കരുത് ഞങ്ങൾ ഉദ്ദേശിക്കട. അപ്പ സൂറത്തിലേക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് കടക്കാം. അൽഹംദുലില്ലാഹ് എന്ന രൂപത്തിലാണ് അല്ലാഹു തആല ഇതിലെ സ്റ്റാർട്ട് ആക്കട. അൽഹംദുലില്ലാഹ് തുടങ്ങണ അങ്ങനത്തെ 5 സൂറത്തുകൾ ഖുർആനിലുള്ളേ. സൂറത്തുൽ ഫാത്തിഹ അടക്കമുള്ള അങ്ങനത്തെ ഒരു 5 സൂറത്തുകൾ മാത്രം ഇട്ടിക്കർ അൽഹംദുലില്ലാഹ് എന്ന് സ്റ്റാർട്ട് ആവുക. അങ്ങനത്തെ സൂറത്തുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഇതിലെ മുന്നത്തെ സൂറത്ത് സൂറത്തുൽ ഇസ്ര എന്ന് നിങ്ങൾ ചൊന്നല്ലേ. ആ സൂറത്തുൽ ഇസ്ര അല്ലാഹു തആല തുടങ്ങടെ സുബ്ഹാനല്ലദീ, സുബ്ഹാന എന്ന നിലക്കാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു എന്ന രൂപത്തിലായിട്ട് അല്ലാഹു തആല ഇതിലെ മുന്നത്തെ സൂറത്ത് അല്ലാഹു തആല സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ എപ്പോഴും ഞങ്ങൾ സാധാരണ ചൊല്ലങ്ങനത്തെ രണ്ട് ദിക്റും കേട്ടിക്കര് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ ചൊല്ലത് വലിയ മഹത്വമില്ലേ. ഞങ്ങൾ അർത്ഥം ചിന്തിച്ചിട്ട് ഞങ്ങൾ ചൊല്ലേണ്ടെങ്കിൽ ചെമ്മ ചിന്തിക്കുക അങ്ങനത്തെ രണ്ട് പദം കേട്ടിക്കര് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ. ബിസ്മിയുടെ അർത്ഥം എന്ന് ചെമ്മ ചൊല്ലുക പോകണ്ട. അതെല്ലാം ഞങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ ചൊന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അല്ലാഹു തആലയുടെ എല്ലാ പേരുകളെ സഹായം കേട്ടിട്ട് നാണ് തുടങ്ങിടെ. ഞാൻ ഏത് വിഷയം തുടങ്ങുന്ന പിന്നെ തിന്നുമ്പോ ഞങ്ങൾ ബിസ്മി ചൊല്ലേണ്ടെങ്കിൽ അല്ലാഹു തആലയുടെ എല്ലാ റഹ്മാനും റഹീമുമായിട്ടുള്ള അങ്ങനത്തെ അല്ലാഹുടെ എല്ലാ പേരുകളെ ബർക്കത്തെടുത്തിട്ടും സഹായ എടുത്തിട്ട് നാണ് തിന്നുര കുടിക്കുര എന്ത് വേണമെങ്കിൽ അവിടെ ഉദ്ദേശിക്കുക രൂപത്തിലാണ് അല്ലാഹു തആല ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലൊരു വാക്യത്തെ ഒരു സെന്റൻസിൽ അല്ലാഹു തആല ചൊന്നരെ. അവിടെ ബിസ്മി ഏതൊരു ഉദ്ദേശത്ത് കാണോ ഞങ്ങൾ ചൊല്ലേ. ഇപ്പൊ ഞങ്ങൾ ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത് സൂറത്തിന് തുടക്കമായിട്ടിരിക്കുക. അപ്പൊ ഇവിടെ ഈ സൂറത്ത് തുടങ്ങട, ഈ സൂറത്ത് നിന്നാണ് ഓതുക തുടങ്ങടായിട്ട് നമുക്ക് ഉദ്ദേശിക്കുക. അവിടെ ഇനി ഒരു ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങൾ പഠിക്കണ മുന്നോളായിട്ട് ബിസ്മി ചൊല്ലേണ്ടെങ്കിൽ അപ്പൊ അള്ളാഹു റഹ്മാനും റഹീമുമായ അള്ളാഹുടെ എല്ലാ പേരുങ്ങളെ ബർക്കത്തെടുത്തിട്ട് അതിലെ സഹായം എടുത്തിട്ട് നാണ് ഈ പഠിക്കുക നാണ് തുടങ്ങാനായിട്ട് അവിടെ മനസ്സിൽ ഉദ്ദേശിക്കുക. അങ്ങനെയാണ് ബിസ്മിയുടെ അർത്ഥം വേണ്ടത്. അപ്പൊ അൽഹംദുലില്ലാഹ് അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും ഗൊന്തുണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാ ഹംദുങ്ങ എല്ലാ പുകളുടെതെല്ലാം പ്രശംസങ്ങളെല്ലാം നന്ദിയോടുകൂടെ നന്ദിയുടെ രൂപത്തിൽ പ്രശംസിക്കണം. നന്ദിയുടെ രൂപത്തിൽ പുകളുടെതെല്ലാം അല്ലാഹു തആലക്കുള്ളതായിട്ടിക്കര്. ഹംദു ചെന്നെങ്കിൽ അതാണ് നന്ദിയോടുകൂടെ നന്ദിയുടെ ഒരു മനസ്സ് വെച്ചിട്ട് പുകളുടെ ഒരാളുടെ. അപ്പൊ അങ്ങനെ പുകളുടെതെല്ലാം യഥാർത്ഥത്തിൽ അല്ലാഹു തആലക്കാണ് ഉള്ളത്. അല്ലാഹു തആല കേട്ടിക്കരത് പോണ്ടേ. ഞങ്ങ ദുനിയാവുലു ആരെ പുകലെങ്കിലും ഏത് രൂപത്തിൽ പുകലെങ്കും അത് ബായിലാവട്ടെ എൽത്തിലാവട്ടെ പാട്ട് രൂപത്തിലാവട്ടെ എങ്ങനെ പുകലെങ്കിലും അല്ലെ ആരെ പുകലെങ്കിലും എന്ത് വിഷയത്തിൽ പുകലെങ്കിലും എല്ലാം യഥാർത്ഥത്തിൽ അല്ലാഹു തആലക്കാണ് അതിലെ ക്രെഡിറ്റ് പോണ്ടേ. അല്ലാഹു തആല കേട്ടിക്കര അതിലെ ഒരു യഥാർത്ഥത്തിലുള്ള അവകാശം അല്ലാഹു തആല കേട്ടിക്കരുല്ലേ. കാരണം എന്തേ എല്ലാം അല്ലാഹു തആലയാണ് എല്ലാവർക്കും കൊടുക്കടേ.
ആർക്കും സ്വന്തമായിട്ടൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുത്തോണ്ടില്ല, ഞാൻ ഈ ക്ലാസ് എടുക്കോകില്ല അങ്ങനത്തെ നക്ക് ಬೇಣಾയെ ഇൽമു കലക്ട് ആക്കോകില്ല അങ്ങനത്തെ മൈൻഡ്. അതുപോലെ ആ ഇൽമുടെ ಅರ್ಥಾಕಿ ತರಗುಲ್ಲಂಗಂತೆ ನಾನು ನಿಮಗೂ ಅರ್ಥಾಕಿ ತರಗುಲ್ಲಂಗಂತೆ ಬೇಣಾಯ ಈ ಭಾಷೆ ಚೊನ್ನೊಂಟುಲ್ಲ ಇವರು ಭಾಷೆ ಅದಕ್ಕೆ ആ ഭാഷ ഇങ്ങനെ മുണ്ടോകുല്ലങ്ങനത്തെ നാവു അതിലെ ശബ്ദ അതിലുണ്ടാവുടെ ശബ്ദങ്ങ നിങ്ങൾക്കും അത് കേൾക്കോകുല്ലങ്ങനത്തെ കാത് ഇതെല്ലാം ഉണ്ടാക്കിയതും ಅದಕ್ಕೆ ಬೇಣായ നിരന്തരമായിട്ടുള്ളങ്ങനത്തെ ಅದಕ್ಕೆ ಬೇണായ സ്കില്ലുങ്ങ കഴിവുങ്ങ കുവ്വത്ത് നിരന്തരമായിട്ട് സൃഷ്ടിച്ച് തന്നിട്ടുള്ളത് അള്ളാഹുവാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ മുണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഓരോ ശബ്ദവും ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടുള്ളത് അള്ളാഹുവാണ്. ഇതെന്തും ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ മുന്നലേ ഇങ്ങനെ പിന്നെ സ്ട്രക്ചർ ആക്കി വെച്ചങ്ങനത്തെ മുന്നലേ സിസ്റ്റം ആക്കി വെച്ചങ്ങനത്തെ സംഗതി എന്തുമല്ല. നിരന്തരമായിട്ട് അള്ളാഹു താല സൃഷ്ടിച്ചുകൊണ്ടുള്ളതാണ്. നക്ക് നന്റെ മനസ്സിൽ പണ്ടങ്ങനത്തെ ആശയവും അതുപോലെ ബായിൽ പണ്ടങ്ങനത്തെ ശബ്ദവും ഈ നാവുടെ അനക്കവും എല്ലാം അള്ളാഹു താല നിരന്തരമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളു. അപ്പൊ എല്ലാ ഇതിന്റെ പേരിൽ ഇപ്പൊ നണ്ടാറ് പുകലെങ്കില അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ടിട്ട് ഉപകാരം എടുത്തെങ്കില അതിലെല്ലാം ക്രെഡിറ്റ് അതിലെല്ലാം ബെനിഫിറ്റ് അതിന്റെ പേരിലുള്ള അങ്ങനത്തെ പ്രശംസങ്ങ ഹംദുങ്ങ എല്ലാം അള്ളാഹു കാണു പോണ്ടേ. അപ്പൊ അൽഹംദുലില്ലാഹ് ചൊല്ലത് ഒരു വലിയ ഒരു യാഥാർത്ഥ്യം ഒരു ഹക്കീക്കത്തിലെ ഒരു പ്രഖ്യാപിക്കലായിട്ടിരിക്കുന്നത് ഒരു ഘോഷണാക്കണതായിട്ടിരിക്കുന്നത്. ആ ഘോഷണാക്കണ അതങ്ങനെ അള്ളാഹു കയറ്റിക്കറി ചെന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ വെറും ഘോഷണാക്കടല്ല, അതിലൂടെ അള്ളാഹു താലയുടെ ഞങ്ങൾ എന്താക്കിക്കൊണ്ടുള്ള അള്ളാഹു താലയുടെ ഇപ്പൊ ഞങ്ങൾ പ്രശംസിച്ചോണ്ടുള്ളാണ്ട് ചൊല്ല. ഇത് ചൊല്ലുമ്പോൾ ഞങ്ങൾ അള്ളാഹുടെ എന്താക്കിക്കൊണ്ടുള്ള അത് ഈ അൽഹംദുലില്ലാ ചെന്നിട്ട് അള്ളാഹുടെ ഞങ്ങൾ പുകലിയോണ്ടുള്ള യഥാർത്ഥത്തിൽ ഞങ്ങൾ അള്ളാഹുടെ ഞങ്ങൾക്ക് തന്നങ്ങനത്തെ ഓരോ നിഅമത്തുങ്ങ ഞങ്ങൾക്ക് തന്നങ്ങനത്തെ ഓരോ അനുഗ്രഹങ്ങളെ പേരിൽ അള്ളാഹു താലയുടെ ഞങ്ങൾ നിരന്തരമായിട്ട് പുകലനായിട്ടിക്കറ് ഞങ്ങളെ ബാധ്യത ഇട്ടിക്കറ് ഞങ്ങളെ അതൊരു കർത്തവ്യമായിട്ടിക്കറ് അല്ലെ. ഓരോ നിഅമത്തും ഇതിപ്പോ നക്ക് ചൊല്ലുകയും നിങ്ങൾ കേൾക്കുകയും ഇതിൽ അർത്ഥാക്കുകയും ഇതെല്ലാം അള്ളാഹു താല ഇതിലൂടെ നമുക്ക് കിട്ടങ്ങനത്തെ ഹിദായത്ത് ഇതിലൂടെ നമുക്ക് കിട്ടങ്ങനത്തെ ഈമാൻ വർദ്ധിക്കലും എന്തെല്ലാം ബെനിഫിറ്റ് കിട്ടുക ഇതിലെല്ലാം ഓരോന്നര പേരിൽ ഞങ്ങൾ നിരന്തരമായിട്ട് അള്ളാഹുടെ ഇങ്ങനെ പുകലിക്കൊണ്ടിരിക്കണോടും ഓരോന്ന് ചൊന്നിട്ടു അള്ളാഹ് ഇത് തന്നല്ലേ നീന് ഇതിന്റെ പേരിൽ ഞാൻ നിന്റെ പുകളുടെ നിക്ക് ഞാൻ താങ്ക്സ് ചൊല്ലേ നിക്ക് നന്ദി ചൊല്ലേ ഇങ്ങനെ ഓരോന്നും ഞങ്ങൾ പുകളുടെ വലിയ കഷ്ടമായിട്ടിക്കറ്. ആ കഷ്ടയുടെ കണ്ടിട്ട് തന്നെയാണ് അള്ളാഹു താല എന്താക്കിയത് സുലാഭത്തിൽ നമുക്ക് എല്ലാം കൂട്ടിയിട്ട് എല്ലാത്തെയും കൂട്ടിയിട്ട് ചൊല്ലും പോലത്തെ രൂപത്തിൽ അൽഹംദുലില്ലാഹ് ഒരു നല്ലൊരു നല്ലൊരു വാക്യത്തെ അള്ളാഹു താല തന്നത്. അപ്പൊ അൽഹംദുലില്ലാഹ് എല്ലാ ഹംദും അള്ളാഹുക്കുള്ളതാണ്. എങ്ങനത്തെ അള്ളാഹുവാണ്? അല്ലദീ നസ്സലൽ ഖുർആന അലാ അബ്ദിഹി അല്ലദീ അൻസലൽ കിതാബ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജാ. എങ്ങനത്തെ അള്ളാഹുവാണ്? അൻസല അലാ അബ്ദിഹി തന്റെ വിശേഷദാസനായ എങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു താല ഇറക്കി കൊടുത്ത അൽ കിതാബ ആ കിതാബിടെ ആ പവിത്രമായ എല്ലാരും കാത്തു നിന്നിട്ടിന്നങ്ങനത്തെ ഇടീ ലോകമേ കാത്തു നിന്നി വെയിറ്റ് ആക്കിക്കൊണ്ടിരുന്നങ്ങനത്തെ ആ ഒരു മഹത്തായ ഒരു ഗ്രന്ഥത്തെ മഹത്തായ ഒരു ബുക്കുടെ ബുക്കുണ്ടെന്നും സാധാ ബുക്കുടെ പോലെ ഞങ്ങൾ അതിലെ ബുക്കും ചൊല്ലുകാവില്ല. വലിയ വിശേഷമായ ഗ്രന്ഥാണ് കിതാബ് ചൊന്നി അൽ കിതാബ്. അങ്ങനത്തെ വിശേഷമായ ഗ്രന്ഥത്തെ അള്ളാഹു താല ഇറക്കി അങ്ങനത്തെ അത് ആ പിന്നെ ആ അദൃശ്യമായ ലോകത്തിൽ നിന്നിട്ട് ഈ ഭൂമി ലോകത്തേക്ക് കടത്തി തന്നങ്ങനത്തെ കടത്തി കൊടുത്തങ്ങനത്തെ അള്ളാഹുകാണ് എല്ലാ ഹംദുങ്ങ. അപ്പൊ അള്ളാഹു ആക്കി അങ്ങനത്തെ ഒരു വലിയ നിഅമത്ത് എടുത്തിട്ടാണ് ഇവിടെ എന്താക്കിക്കൊണ്ടില്ല അൽഹംദുലില്ലാ ചൊന്നിട്ടില്ലേ. അള്ളാഹു ആക്കി അങ്ങനത്തെ നിഅമത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നിഅമത്താണ് എന്തൊരു അള്ളാഹു താല ഖുർആൻ ഇവിടെ അൽ കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനായിട്ടിക്കര്. ഖുർആന്റെ അള്ളാഹു താല നങ്ങകു അള്ളാഹു താല എലിപ്പാട്ടി തന്ന അല്ലെങ്കിൽ നങ്ങുക അള്ളാഹു താല അതിൽ അവതീർണമാക്കി തന്ന ചൊല്ലത് വലിയ നിഅമത്തായിട്ടിക്കര്. ഖുർആന്റെ തന്ന അള്ളാഹു താല പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു താല തന്ന ചൊല്ലത് നോക്കൂ. നീങ്ങ ഖുർആൻ ചൊല്ലത് അത് തിയറി ആയിട്ടിക്കര്, തിയറിങ്ങ ചൊല്ലെ കിതാബായിട്ടിക്കര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ഒരു പ്രാക്ടിക്കൽ റൂപ്പായിട്ടിക്കര് അല്ലെ. സാധാരണ കോളേജിൽ സ്കൂളിലെല്ലാം പഠിക്കടെ മക്കളെല്ലാം കൊണ്ടുള്ള വിഷയത്തിക്കര് ഏതൊരു വിഷയത്തിൽ പിന്നെ തിയറി വിക്കിട് പ്രാക്ടീസ് വിക്കിട്. വെറും തിയറി കൊണ്ടിട്ടൊരു ഫായ്ദയില്ല, വെറും പ്രാക്ടീസ് എന്നിട്ടും ഫായ്ദയില്ല. രണ്ടും എപ്പോഴും വേണം.
അതായത് ഞങ്ങളെ കയ്യിൽ തിയറിങ്ങ വേണം ഒരു വിഷയത്തെ ಬಗ್ಗೆ. ഇപ്പോൾ ഉദാഹരണಕ್ಕೆ ചെറിയൊരു ഉദാഹരണം ചൊല്ലുണ്ടെങ്കിൽ ഒരു ഗാഡി ഒരുത്ത ബുഡ്ರಂಟಾയെങ്കിൽ ആ ഗാഡിയിൽ അത് അവನು ഏത് രൂപത്തിൽ അവನು വർക്ക് ആക്കണോ ചൊല്ല വിഷയത്തിൽ അവനക്ക് ഫസ്റ്റ് ഒരു ഗൈഡൻസ് കിട്ടണം. അവനക്കൊരു അതിൽ പിന്നെ ഒരു ഹിദായത്ത് അവനക്ക് കിട്ടണം. എങ്ങനെയാണ് അവನು പിന്നെ ഗിയറെല്ലാം ഏതെല്ലാം രൂപത്തിലാണ് ഗിയറുള്ളേ, ബ്രേക്കും ക്ലച്ചും ഇതെല്ലാം എങ്ങനെയാണ് ചവിട്ടണായത്, ഏതെല്ലാം രൂപത്തിലാണ് പോണ എന്ന രൂപത്തിൽ ഒരു ഗൈഡൻസ് അവനക്ക് കിട്ടണം. അത് തിയറിറ്റിക്കർ. ആ തിയറി മാത്രം കൊണ്ട് മനസ്സിൽ നിന്നിട്ട് മെയ്യാവില്ല. അതൊക്കെ പ്രാക്ടിക്കലായ രൂപത്തിൽ നമുക്കത് കാട്ടിക്കൊടുക്കുന്ന ഒരാളും വേണം. ആ ആൾ അവനക്ക് കൃത്യമായിട്ട് അതൊന്ന് കാട്ടിക്കൊടുക്കണം. ഇങ്ങനെ 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 ആക്കണം ചെന്നിട്ട് എന്ന രൂപത്തിൽ അള്ളാഹു താല നമുക്ക് ഒരു തിയറി ആയിട്ട് നമുക്ക് ഗൈഡൻസ് ആയിട്ട് അള്ളാഹു താല ഹിദായത്തായിട്ട് നമുക്ക് അള്ളാഹു താല തന്നതായിട്ട് അൽ കിതാബ് ചൊല്ലത് അല്ലെങ്കിൽ ഖുർആൻ ചൊല്ലത്. ആ ഖുർആന്റെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് അത് പ്രാക്ടീസ് ആക്കണായത്, എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് അതിനെ ജീവിതത്തിൽ അളവടിക്കാക്കണായത് എന്ന് നമുക്ക് കൃത്യമായിട്ട് സമർപ്പകമായിട്ട് കാട്ടിത്തന്ന ഒരാളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ജണ്ടാളുടെ മെൻഷൻ ആക്കിയിട്ടാണ്, രണ്ട് വിഷയത്തെയും മെൻഷൻ ആക്കിയിട്ടാണ് അള്ളാഹു താലയുടെ അൽഹംദുലില്ലാ എന്ന് ചൊന്നിട്ടില്ല. അൽഹംദുലില്ലാ അള്ളാഹുഗായിട്ടിക്കരെല്ലാ ഹംദുങ്ങ എങ്ങനത്തെ അള്ളാഹു അല്ലദീ അൻസല അലാ അബ്ദിഹി അവന്റെ വിശേഷമായ അബുദായിട്ടുള്ള ദാസനായിട്ടുള്ള അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു താല ഇറക്കി കൊടുത്ത ആ വേറെ ആർക്ക് കൊടുത്തിട്ടില്ല, അവന് ഊണുകയിട്ട് കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ടോട്ടലായിട്ട് അള്ളാഹു താല ആകാശത്ത് ഇങ്ങനെ ഒരു ബല്ലിട്ടിട്ട് ഇങ്ങനെ കീലിങ്ങനെ ഇലിച്ച് തന്നെന്തോ അല്ല ഖുർആന്റെ അല്ലെ. വേണമെങ്കിൽ അള്ളാഹു താല അങ്ങനെയും തരന്തല്ല. എല്ലാവരും ഓരോരുത്തരുടെ കൈക്ക് കിട്ടുന്ന പോലെ ഇങ്ങനെ ആകാശത്തിൽ നിന്ന് ഒരു ബല്ലിലിച്ചിട്ട അല്ലെങ്കിൽ ഡയറക്റ്റ് ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന രൂപത്തിലും തരന്ത അങ്ങനെ എന്തും ഖുർആന്റെ തന്നിട്ടില്ല. അവന്റെ അബുദായിട്ടുള്ള അങ്ങനത്തെ അവന്റെ പ്രത്യേകമായിട്ടുള്ള മഹത്വമുള്ള ദാസനായ അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു താല ഇറക്കി കൊടുത്ത എന്തൊരു അൽ കിതാബ് ഖുർആന്റെ ഇറക്കി കൊടുത്ത ആ രൂപത്തിലാണ് അള്ളാഹു താല ഞങ്ങളെ ഹിദായത്തിലാക്കിയേ, ഞങ്ങൾക്ക് വേണായ ഗൈഡൻസ് തന്നരേ. അങ്ങനത്തെ അള്ളാഹു എല്ലാ ഹംദുങ്ങ അള്ളാഹു ഗൈറ്റിക്കറി, എല്ലാ നന്ദിങ്ങും എല്ലാ പ്രശംസയും എല്ലാം അള്ളാഹു ഗൈറ്റിക്കറിയിട്ടാണ് സൂറത്തുൽ കഹ്ഫിയുടെ തുടക്കത്തിൽ അള്ളാഹു താല ചൊന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് ചെറിയ രൂപത്തിലാണ് ഉണ്ട് തുടങ്ങിയത്. ഇൻഷാ അല്ലാഹ് ഇതിരെ ചെറിയ ഇതേ രൂപത്തിൽ നമുക്ക് റമദാനിൽ ആയത്തര നമുക്ക് ചൊന്നിട്ടു. ഇൻഷാ അല്ലാഹ് ഇതിരെ പൂർണ്ണമായിട്ട് പഠിക്കുക നമുക്ക് പ്രയത്നാക്കൂ. അള്ളാഹു താല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതിരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള അങ്ങനത്തെ മൈമൻ അക്കാഡമി, വിസ്ഡം വേൾഡ് കർണാടക ഇതിರ ಅಂಡರ್ಲೈಟ್ പല കോഴ്സുങ്ങളെല്ലാം നടക്കുന്നത് നിങ്ങൾ ಗೊತ್ತುಂಡು. അപ്പ ಆದರೆ ആ കോഴ്സുകളെಲ್ಲ പിന്നെ ജോയിൻ ആയിട്ട് ഇൽമു നല്ലോണം കരസ്ഥമാക്കുക. പ്രത്യേകമായിട്ട് വിസ്ഡം വേൾഡ് ചൊല്ലെ ചെറിയ മക്കുകളിലെ അങ്ങനത്തെ പ്രീ സ്കൂൾ ಅದರ ಬೆನಿಫಿಟ್ ಮಿನಿ ನೆಕ್ಸ್ಟ್ ಅದರ ಅಡ್ಮಿಷನ್ ಎಲ್ಲ ಇನ್ಶಾ ಅಲ್ಲ ಸ್ಟಾರ್ಟ್ ಆವಡು ನೆಕ್ಸ್ಟ್ ವರ್ಷತ್ತಲ್ಲ ಅದರ പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള അങ്ങനത്തെ പ്രീ സ്കൂൾ മക്കൾക്ക് ഔത്തിലെ തെച്ചിട്ട് ഉമ്മമാരെ മടിലായിട്ട് തെച്ചിട്ട് മക്കൾക്ക് പഠിക്കുക അങ്ങനത്തെ നല്ലൊരു വ്യവസ്ഥ എല്ലാം ഇട്ടിക്കറ്. അതിലെല്ലാം ബെനിഫിറ്റ് എല്ലാം എടുക്കുക എല്ലാവരും ഇൻഷാ അല്ലാ പ്രയത്ന ആക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ 7:50 7:15 ക്ലാസ്. വിദേശത്ത്